ഹലോ എന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് സ്കൈ റീപ്ലേസ്മെൻ്റ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനൊരു സ്കൈയുടെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കൈയുടെ അല്ല, ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ അത്യാവശ്യം സ്കൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലത്തെ സ്കൈനെയാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ ഓപ്ഷൻ എഡിറ്റിൽ വരാം, സ്കൈ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സോ അവർ ഇൻബിൽഡ് നമുക്ക് കുറേ സ്കൈകൾ അവർ തന്നിട്ടുണ്ട്. അതിലൊരു സ്കൈ ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആയിട്ടുണ്ട്. സോ ഇതിൽ സൺസെറ്റ് ഉണ്ട്, അതുപോലെ ഒരുപാട് സ്കൈകൾ ഇങ്ങനെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് സ്യൂട്ടായിട്ടുള്ളത് നമുക്ക് എടുക്കാം. ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൈ അവിടെ അപ്ലൈ ആവും, അത്രയേ ഉള്ളൂ. സോ നമുക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേരുന്ന ഒരു നല്ലൊരു സ്കൈ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഐ തിങ്ക് ഇത് ബെറ്റർ ആയിരിക്കും തോന്നുന്നു. യെസ്, നമ്മൾ ലൈറ്റിനോടൊക്കെ ഏകദേശം സാമ്യമുള്ളൊരു ഇതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഷിഫ്റ്റ് എഡ്ജുകൾ നമുക്ക് വേണമെങ്കിൽ വരണമെന്നുണ്ടല്ലോ. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്ന എഡ്ജ് എങ്ങനെയുള്ളതെന്നൊക്കെ ഇപ്പോൾ വ്യത്യാസം കാണാമല്ലോ. സോ അത് ഞാൻ 0 തന്നെയാണ് ഇടുന്നത്. അതുപോലെ ഫെയ്ഡ് എഡ്ജ് എന്തോരം ഫെയ്ഡ് ആവണം എന്നുള്ളതൊക്കെ അതും ഞാൻ 100% ഫെയ്ഡ് ആക്കുകയാണ്. പിന്നെ ബ്രൈറ്റ്നസ് എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ. ഓക്കെ, ബ്രൈറ്റ്നസ് ഞാനിപ്പോൾ ഇതിൽ കൊടുക്കുന്നില്ല, 0 ഞാൻ ഇടുന്നു. പിന്നെ അതുപോലെ ഒരു ഓപ്ഷനാണ് മൾട്ടിപ്ലൈ ഉണ്ട്, സ്ക്രീൻ ഉണ്ട്. സ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. സോ മൾട്ടിപ്ലൈ തന്നെ ആയിരിക്കും ബെറ്റർ. സോ പിന്നെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഉണ്ട്, ന്യൂ ലെയർ ഉണ്ട്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അഡീഷണൽ ഒരു പുതിയ ലെയറായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതെല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ അറേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഇതുണ്ട്, അത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വരും. ഞാനത് 0 തന്നെയാണ് ഇടുന്നത്. ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്കൈ സെറ്റായിട്ടുണ്ട്. പഴയ ഇമേജ് ഇതാണ്, പുതിയ ഇമേജ് ഇതാണ്. ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ വന്നിട്ട് കർവ് വിൻഡോസ് കീ പ്ലസ് ഓൾട്ട് അടിച്ചിട്ട് ഓട്ടോ ക്ലിക്ക് ചെയ്യാം. സോ എൻഹാൻസ്മെൻറ്റ് ഇത് വരും. അതിൽ എനിക്ക് എന്താ പറയുക, ഞാൻ എൻഹാൻസ്മെൻറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഫൈൻഡ് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ് പ്ലേസ് ഇടുക, സ്നാപ്പ് ടു നാച്ചുറൽ ഇട്ട് കൊടുക്കുക. സോ എനിക്ക് അതാണ് ഇഷ്ടമായത്. സോ ഞാനത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അറിയാം എന്താ ഡിഫറൻസ് എന്നുള്ളത്. സോ എന്താ പറയുക, നല്ലൊരു നാച്ചുറൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൽ. സോ ഇങ്ങനെയാണ് സ്കൈ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്.